നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു പരോക്ഷമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ ഖത്തർ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ അതീവ രഹസ്യമായും സാങ്കേതിക തലത്തിലുമൊക്കെ പുരോഗമിക്കുകയാണ് എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അൽ ജസീറയും മറ്റ് പാശ്ചാത്യ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രത്യക്ഷത്തിൽ നടത്താൻ കഴിയില്ല. ഇറാന്റേതായ നിലപാടുണ്ട്. അമേരിക്കൻ ട്രംപിന്റെ തള്ളലും പിന്നെ ഇടയ്ക്കുള്ള ഭീഷണിയും ഇതൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ, കാര്യം പശ്ചിമേഷ്യ സമാധാനമായിട്ടിരിക്കണമല്ലോ, അതുകൊണ്ട് ആ നിലയിലുള്ള രഹസ്യ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. രണ്ടു രാജ്യങ്ങളിലെ മുതിർന്ന നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ നേർക്കുനേർ ഇപ്പോഴും കണ്ടിട്ടില്ല, കാണാൻ തയ്യാറായിട്ടുമില്ല. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും ഒക്കെ കടുത്ത മധ്യസ്ഥതയിൽ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ജാരദ് കുഷ്ണർ ഉൾപ്പെടെയുള്ള അമേരിക്കൻ പ്രതിനിധികൾ ദോഹയിൽ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. ആണവ കരാർ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കുക, വിവിധ വിദേശ ബാങ്കുകളായിട്ട് മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇറാന്റെ ശതകോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക ആസ്തികൾ തിരികെ ഇറാന് കൊടുക്കുക, ലബനാനിലെ സൈനിക അധിനിവേശം അവസാനിപ്പിക്കുക, ഇസ്രായേലിന്റെ പണി അക്രമങ്ങളെല്ലാം അവസാനിപ്പിക്കുക, രാജ്യത്തെ വെറുതെ ഇടുക എന്നീ മൂന്ന് പ്രധാന വിഷയങ്ങളിലാണ് വ്യത്യസ്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഖത്തറിൽ വെച്ചിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ചർച്ചകൾ നടന്നാലും തങ്ങൾ മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാനും ടെഹ്റാനും. അമേരിക്കയുമായിട്ട് മുമ്പ് ഒപ്പുവെച്ചിട്ടുള്ള താൽക്കാലിക ധാരണാപത്രത്തിലെ പ്രാഥമിക വ്യവസ്ഥകൾ അത് പൂർണ്ണമായി നടപ്പിലാക്കാതെ ഒരു തരത്തിലുള്ള ഔദ്യോഗിക ചർച്ചകളും ഇനി പ്രസക്തി ഇല്ല എന്നാണ് ഇറാൻ പറയുന്നത്. അതായത് ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇറാൻ യുദ്ധം തുടങ്ങിയ സമയത്ത് എന്താണോ പറഞ്ഞിരുന്നത് അവിടെ നിൽക്കുന്നു. അന്ന് ഇറാൻ എന്താണോ ആവശ്യപ്പെട്ടിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ കരട് ഒരു വെടിനിർത്തൽ കരാറാണ് ഉണ്ടാക്കിയിരുന്നത്. അതാകട്ടെ ട്രംപ് പറഞ്ഞ് കുളമാക്കുകയും ചെയ്തു, പിന്നാടി നടക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഒരു ഒത്തുതീർപ്പിന്റെ ഒരു ആവശ്യം ഇല്ല, നമുക്ക് അടിച്ചു തീർക്കണമെങ്കിൽ അടിച്ചു തീർക്കാം എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇറാൻ. പ്രധാനമായിട്ടും ലെബനനിലെ ഇസ്രായേലിന്റെ ഒരു അധിനിവേശം അത് പൂർണ്ണമായി അവസാനിപ്പിച്ചേ പറ്റൂ. അത് ഇസ്രായേൽ അവസാനിപ്പിക്കുമെന്ന് കരുതും വേണ്ട. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കേണ്ട ഭൂമിയാണ് ലെബനൻ മുഴുവനായിട്ട്. ലെബനൻ എന്ന രാജ്യം അവർക്ക് ആവശ്യമില്ല. ആ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കണം, എന്നിട്ട് ആ പ്രദേശം ഇസ്രായേലിന്റെ പ്രദേശമായിട്ട് കൂട്ടിച്ചേർക്കണം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ബെഞ്ചമിൻ നെതന്യാഹു അത് അംഗീകരിക്കും തോന്നുന്നില്ല. യുദ്ധം കാരണം പലായനം ചെയ്തിട്ടുള്ള ജനങ്ങളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കണമെന്നും കൂടി അതുണ്ട്. അത് ഇസ്രായേൽ അംഗീകരിക്കും? അത് അംഗീകരിക്കില്ല. ഇറാന്റെ പണം വിവിധ രാജ്യങ്ങളായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന തങ്ങളുടെ 150 ബില്യണിലധികം വരുന്ന സാമ്പത്തിക ആസ്തികൾ ഇറാന്റെ സെൻട്രൽ ബാങ്കിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞേക്കണേ. അമേരിക്ക എന്താ പറഞ്ഞേക്കണത്? അമേരിക്ക പറയുന്ന ഒരു ബാങ്കിലേക്ക് മാറ്റും, എന്നിട്ട് അമേരിക്കയിൽ നിന്ന് ആ പണം ഉപയോഗിച്ചിട്ട് അമേരിക്കയ്ക്ക് വേണ്ടാത്ത കുറെ സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് വാങ്ങാം. മുമ്പ് ഇത് ഇന്ത്യയുടെ മണ്ടയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓടിച്ചു വിട്ടു. എന്നിട്ട് ആ സാധനം ഇവിടെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇനി അത് ഇറാന്റെ പരിധിക്ക് വെച്ചിട്ടാ നോക്കാൻ. ഇറാനും അത് വേണ്ടാന്ന് പറഞ്ഞു. ആ പണം മര്യാദയ്ക്ക് ഇറാന്റെ സെൻട്രൽ ബാങ്കിലേക്ക് ഇട്ടോ എന്നാൽ നമുക്ക് തീരുമാനിക്കാം എന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. ഏതായാലും തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള നമുക്കറിയാം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പലുകളുടെ സുരക്ഷിത സഞ്ചാരം ഉറപ്പാക്കുമെങ്കിലും ഈ പ്രദേശത്തിന്റെ പരമാധികാരം ഇറാനും ഒമാനും മാത്രമാണ് എന്നും അതിൽ മറ്റാർക്കും അവകാശമൊന്നും ഇല്ല എന്നും ഇറാൻ ഉറപ്പിച്ചു പറയുന്നു, അടിവരയിട്ട് പറയുന്നു. അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഇനി ആരും വരണ്ടാകുന്നു. എന്നാൽ ഈ ചർച്ചകൾക്കിടയിൽ മിഡിൽ ഈസ്റ്റിൽ കടുത്ത പ്രകോപനങ്ങളും വെല്ലുവിളികളും ഒക്കെ തുടരുന്നുണ്ട്. നയതന്ത്ര നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഇറാന്റെ മേൽ ഇനി മൂന്നാമതും ഒരു ആക്രമണത്തിന് മടിക്കില്ല എന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഗസ, സിറിയ, തെക്കൻ ലെബനൻ എന്നീ മേഖലകളിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം അനിശ്ചിത കാലത്തേക്ക് തുടരുമെന്നും ഇസ്രായേൽ ഒരു സംശയവും കൂടാതെ പറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു സമാധാന കരാർ ഇറാനിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടയിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. പശ്ചിമേഷ്യ ശാന്തമാവില്ല. അതേസമയം ഇസ്രായേലിന്റെ ഈ ഭീഷണികൾക്കെതിരെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി അതിശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. തങ്ങളുടെ ജനങ്ങൾക്ക്, ഇറാനിലെ ജനങ്ങൾക്കോ നേതൃത്വത്തിനോ എതിരെ ഉണ്ടാകുന്ന ഏത് ചെറിയ ഭീഷണിക്കും അതിശക്തമായ മറുപടി ഇറാൻ ഉടനെ തന്നെ നൽകും. ഇസ്രായേൽ എന്ന രാജ്യം പപ്പട പൊടിയാക്കും, ഇനി ബാക്കി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇറാനിൽ നിന്ന് കൊടുക്കുന്ന മറുപടി. ഇതുവരെ കണ്ടതായിരിക്കില്ല. ഇസ്രായേൽ ഇതുവരെ ഇറാന്റെ ശക്തി എന്തെന്ന് അറിഞ്ഞിട്ടില്ല, ഇറാന്റെ ആക്രമണം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മിണ്ടാതെ വായമ്പൂത്തിയോടെ മിണ്ടാതെ അവനവന്റെ കാര്യം നോക്കി ഇരുന്നോ, അവനവന്റെ രാജ്യം സംരക്ഷിച്ചിരുന്നോ, മറ്റു രാജ്യങ്ങളെ മണ്ടയിൽ കുതിര കയറിയിട്ട് കൈകടക്കാമെന്നോ അല്ലെങ്കിൽ ഇറാന്റെ മണ്ടയിൽ കുതിര കയറി കണ്ട് ഇറാന്റെ പരമാധികാരത്തെ തച്ചുടയ്ക്കാമെന്നോ കരുതി കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇതുവരെ അത് അറിഞ്ഞതുപോലെ കണ്ടതുപോലെ ആയിരിക്കില്ല എന്ന് ശക്തമായ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്.
ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ ഇപ്പോഴും കടുത്ത യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ്. അന്താരാഷ്ട്ര വ്യോമഗതാഗതത്തെയും കപ്പൽ ഗതാഗതത്തെയും ഒക്കെ വലിയ രീതിയിൽ ഇത് ബാധിച്ചിട്ടുമുണ്ട്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ട് ഇറാഖ്, ലെബനൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾക്ക് മുകളിലൂടെ വ്യോമപാതകള് വിമാന സർവീസുകൾക്കായി ഉപയോഗിക്കരുത് എന്ന് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി ലോകമെമ്പാടുമുള്ള എയർലൈനുകൾക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഹോർമോസിലൂടെയുള്ള കപ്പൽ ഗതാഗതവും സത്യത്തിൽ എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുടെ ഗതാഗതം കടുത്ത ഭീഷണി തന്നെയാണ്. ഇപ്പോ ഖത്തറിൽ നടക്കുന്ന നയതന്ത്ര മേശയിലെ ചർച്ചകൾ വിജയിച്ചാൽ മേഖലയിൽ സമാധാനം വരുമെന്ന് പ്രതീക്ഷിക്കാം. ധാരണാപത്രം അനുസരിച്ചുള്ള നടപടികളിൽ അമേരിക്ക സ്വീകരിക്കുമോ അതോ ഇസ്രായേലിന്റെ ഇടപെടലുകൾ ചർച്ചകളെ വീണ്ടും വഴിതെറ്റിക്കുമോ? ഇതൊക്കെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇസ്രായേൽ ഈ ഒരു കാര്യത്തിലും ഇതുവരെ തലവെച്ച് കൊടുത്തിട്ടില്ല. ഇസ്രായേൽ ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചകളും തയ്യാറായിട്ടില്ല. ഇസ്രായേലിന് തെക്കൻ ലെബനൻ വേണം. ആദ്യം തെക്കനാണ്, പിന്നെ അത് വടക്കനിലേക്ക് പോകും, പിന്നെ പരിസര പ്രദേശങ്ങളിലേക്ക് യുദ്ധം ചെയ്യും, ഇറാനിലേക്ക് യുദ്ധം ചെയ്യും. അമേരിക്ക തങ്ങളെ തലതൊട്ടപ്പനല്ല, അമേരിക്ക പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല, ഞങ്ങളൊരു പരമാധികാരി രാജ്യമാണ് എന്നൊക്കെ ഇസ്രായേൽ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് കരാറുകളൊക്കെ എങ്ങനെ വന്നാലും ആ കരാറുകളൊന്നും നിലനിൽക്കില്ല എന്ന് ഇറാന് നന്നായിട്ട് അറിയാം. കാര്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ഇസ്രായേൽ തൊട്ടാൽ ഇറാന് തൊടും എന്നറിയാം. അതുകൊണ്ട് കരാറൊക്കെ അവിടെ കിടക്കും. തങ്ങൾ പറയുന്നത് പോലെ മര്യാദയ്ക്കൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അവനവന്റെ കാര്യം നോക്കി അവനവൻ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം. ഇല്ല എന്നുണ്ടെങ്കിൽ അടിച്ച് ശരിയാക്കിയിട്ട് ഉറപ്പായിട്ടും അത് ചെയ്യും. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലുള്ള സൈനിക താവളങ്ങളും അതിനേക്കാൾ അതിഭീകരമായിട്ട് ഇസ്രായേൽ എന്ന ആ രാജ്യവും നെതന്യാഹുവും ഒക്കെ ഇറാന്റെ ശക്തി എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നും ഇറാൻ ഭീഷണിയായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Different angles. Don't forget to subscribe and support this channel.